ഇന്ന് നമുക്കൊരു യമ്മി യമ്മി പാലട പായസം വെച്ചാലോ? അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡബിൾ ഹോൾസിൻ്റെ പാലട മിക്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സ്റ്റൈലാണ് ഞാൻ പായസം വയ്ക്കുന്നത്. നമുക്കപ്പോൾ പായസം വയ്ക്കാം. അപ്പോൾ വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ്സ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കില്ല കേട്ടോ പായസം വയ്ക്കണേ. കുട്ടിപ്പട്ടാളം ഉണ്ട്, അതുപോലെ തന്നെ അഭിയേട്ടനുണ്ട്. ഇവർ 3 പേർക്കും പായസം പഞ്ചസാര മധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു അടികട്ടിയുള്ളൊരു നോൺ സ്റ്റിക്ക് പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഉരുളെടുക്കുന്നവർക്ക് ഉരുളെടുക്കാം. ഞാനിപ്പോൾ 1 ലിറ്റർ പാലിലല്ലേ ചെയ്യണത്, അപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രം തന്നെ ധാരാളം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ എപ്പോഴും നമ്മൾ മരത്തിൻ്റെ അല്ലെങ്കിൽ തടി കൊണ്ടുള്ള എന്തെങ്കിലും തവ ഉപയോഗിച്ചാൽ മതിയിട്ടാണ്. ഞാനിവിടെ പെട്ടെന്ന് സ്റ്റീലിൻ്റെ എടുത്തത്. അപ്പോൾ അതിന് എനിക്ക് അഭിയേട്ടൻ പറയുന്നുണ്ട്, നീ സ്റ്റീൽ മാറ്റി, ഞാൻ മറ്റേത് കഴുകി കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ ആളത് കൊണ്ടുവരും കേട്ടോ. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു, പഞ്ചസാര നമുക്ക് ബ്രൗൺ കളർ ആവണ്ടേ. അപ്പോൾ നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ പോവുക. നമ്മുടെ പായസത്തിന് കളർ കിട്ടാൻ വേണ്ടിയിട്ടേ പഞ്ചസാര നമ്മളിതുപോലെ ചട്ടിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഉരുളിയിലായാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ട് കൈ വിടാണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നിൽക്കുമ്പോൾ അത് നമുക്കൊരു ബ്രൗൺ കളർ വരും, ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരും. പക്ഷെ അധികം കരിക്കണ്ട കേട്ടോ. കരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സ്മെല്ലൊരു ഇതുണ്ടാവില്ല. അതുമാത്രമല്ല നമ്മൾ കൈ എടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനും കരിയാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മുടെ പായസം കരിഞ്ഞു പോകും, ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് നമ്മളെ പായസത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ഇവിടെ കാരമലൈസ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, നമ്മുടെ ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തതിൽ ഡയറക്റ്റായിട്ട് നമ്മൾ പാലൊഴിക്കാൻ പാടില്ല. പാലൊഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പാല് പിരിയാനും അതുപോലെ തന്നെ പാല് കട്ട പിടിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ അഭിയേട്ടനോട് ഞാൻ പറഞ്ഞു, 1 ഗ്ലാസ് വെള്ളം എടുത്ത് തായോ എന്ന് പറഞ്ഞു. അപ്പോൾ ആളെന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ കുക്കിംഗ് മാത്രമേ ഉള്ളൂ, മാക്സിമം 3/4 ഭാഗവും ആളാണ് എന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ ആൾ വെള്ളം എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കണില്ല, കുറച്ചേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ പാൽ ഒഴിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ പാല് എന്താ പറയുക തിളച്ച് വരാനും ഇതിനൊക്കെ ഭയങ്കര നേരം വൈകും. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഈശ്വര കയ്യിൽ നിന്ന് പോയത് കട്ട പിടിച്ചല്ലോ എന്ന് വിചാരിച്ചു. ഇല്ല, നമ്മൾ നന്നായിട്ട് ഫ്ലെയിം കുറച്ചിടണം കേട്ടോ. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ കാരമലായിട്ടുള്ളതിൽ നമ്മുടെ ഇതുമ്മിൽ തവയമ്മ ഒട്ടിപ്പിടിച്ചതൊക്കെ തനിയെ അലിഞ്ഞു പോവും. ഇപ്പം നമ്മുടെ പായസത്തിനുള്ള കളറായി, കണ്ടില്ലേ എന്ത് ഭംഗിയാന്ന് നോക്കിയേ, നല്ലൊരു കളറായില്ലേ. ഇനി ആ പായസത്തിൻ്റെ പാലും കാര്യങ്ങളൊക്കെ ഒഴിക്കുമ്പോഴേ പായസം നല്ല ടേസ്റ്റും ആവും, നല്ല കുറുകിയതായിരിക്കും. സദ്യയിൽ കിട്ടുന്ന അതേ പായസത്തിൻ്റെ കണക്കായിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ 1 ലിറ്റർ പാലിന് ഇട്ട് എടുത്തുള്ളത്. അപ്പോൾ 1 ലിറ്ററിൽ കൂടെ പാലും അതുപോലെ തന്നെ നേരത്തെ കാരമലൈസ് ചെയ്തിട്ട് നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ലേ, അതും കൂടെ. പക്ഷേ ഇതിന് നന്നായിട്ട് നമുക്ക് വറ്റി വരല്ല, ഒന്ന് തിളയ്ക്കണം, പാല് തിളയ്ക്കണ്ടേ. അപ്പോൾ എൻ്റെ ആ സ്റ്റീലിൻ്റെ തവിയൊക്കെ മേടിച്ച് വെച്ചിട്ട് എനിക്ക് മറ്റേ മരത്തിൻ്റെ ഉണ്ടാക്കിയ കൊണ്ട് തവി കൊണ്ട് വന്ന് തന്നുട്ടാ. അല്ലെങ്കിൽ നമ്മൾ അതിൽ നോൺ സ്റ്റിക്കിലിട്ടിട്ട് ഇങ്ങനെ ബെരുകില്ലേ, ഇങ്ങനെ കുത്തിരുന്ന് ഇളക്കുമ്പോൾ ആ നോൺ സ്റ്റിക്കൊക്കെ പറഞ്ഞു പോരുന്നാണ് അഭിയേട്ടൻ്റെ ഒരു വാദം. ആയിക്കോട്ടെ, ഞാൻ അപ്പോൾ ആളെന്തായാലും എടുത്തു തന്നപ്പോൾ അങ്ങനെ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ, കൈ വിടാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതെന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൈ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാല് പാട പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ അതൊരു ഭംഗി ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിങ്ങനെ കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ പായസം വെക്കുന്നതിന് ഒരു കഥ ഉണ്ട് കേട്ടാ. അതെന്താണെന്ന് വെച്ചാൽ വിഷുവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാലട പായസം മിക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. ആ മേടിച്ച് കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാൾ അറിഞ്ഞിട്ട് അവന്മാർക്ക് പായസം അന്ന് തന്നെ വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് നടന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇത്തിരി ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വെച്ച് തരാമെന്നാണ് അവന്മാരോട് പറഞ്ഞു. പക്ഷേ തീരെ പൊറുതിമുട്ടിയപ്പോൾ ഞാൻ ഇന്നതെടുത്ത് വെക്കാൻ നോക്കി. അപ്പോഴത്തേക്കേ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, ഞാനിപ്പോൾ ഇടുന്നത് ഡബിൾ ഹോൾസിൻ്റെ പാലട പായസം മിക്സ്. ഞാൻ എന്താണെന്നറിയോ, അതിൻ്റെ കവറൊക്കെ ചീന്തിക്കളഞ്ഞു, അതൊക്കെ ഞാൻ കീറിക്കളഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാനിതുപോലെ റോസ്മേരിയുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോസ്മേരിയുടെ പ്രോഡക്റ്റ് അവിടെ ഇരിക്കുന്ന കണ്ടിട്ടാണോ എന്താണോ എനിക്ക് യൂട്യൂബ് കോപ്പിറൈറ്റ് തന്നു. അപ്പോൾ അഭിയേട്ടനോട് ഞാൻ പറഞ്ഞപ്പോൾ അഭിയേട്ടന് ഒരു ഐഡിയ പറഞ്ഞത്, അന്ന് നീ ആ ഡബിൾ ഹോൾസിൻ്റെ കവർ കാണിക്കേണ്ട, അതും ഇങ്ങോട്ട് തായോ, അതിന് കവറൊക്കെ ഞാൻ കളയാമെന്ന് പറഞ്ഞിട്ട് ആളതൊക്കെ എനിക്ക് കീറിക്കളഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഉള്ളിലത്തുള്ള പാക്കറ്റ് മാത്രം തന്നു. അപ്പോൾ ഞാൻ അങ്ങനെയായിട്ടാണ് ചെയ്തത്. അത് കാരണമായിട്ടാണ് ഡബിൾ ഹോൾസിൻ്റെ കവർ ആരും കാണാത്തത്.
അങ്ങനെ നമ്മൾ പായസം മിക്സ് ആയിലിട്ടു. പിന്നെ അഡീഷണൽ നമുക്ക് വേറെ പഞ്ചസാരയും കാര്യങ്ങളൊന്നും ചേർക്കണ്ട. നമ്മളിപ്പോൾ കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 ടീസ്പൂൺ പഞ്ചസാര ഇട്ടില്ലേ, അപ്പോൾ അത്യാവശ്യം നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നോക്കിയേ, സംഭവം നല്ല എയിമാട്ടാ. അത് മാത്രമല്ല എൻ്റെ കൈ പൊള്ളി, എനിക്ക് പിടിക്കാൻ കിട്ടണ്ടേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അട വെന്തോന്ന് അറിയണ്ടേ, പാലട അട. അപ്പോൾ ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അയ്യോ ആ ചേട്ടാ കൈ പൊള്ളി, അപ്പോൾ നീ അത് മെല്ലനെ എടുത്താൽ മതി, എന്നാലും നമുക്കൊരു ഇതല്ലേ, നമുക്ക് പിള്ളേർ പറയുകയും ചെയ്തു പായസം ഉണ്ടാക്കി കൊടുക്കുക, അപ്പം നമുക്ക് ടേസ്റ്റിലും എത്രയും വേഗം ഉണ്ടാക്കി കൊടുക്കണമെന്നല്ലേ നമ്മളൊരു ചിന്ത വരുള്ളൂ. അപ്പോൾ അട വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദേ കുറുക്കി കുറുക്കി എടുക്കണം കേട്ടാ. സംഭവം എയിമായി, നല്ല കളറും വന്നു. അത് മാത്രമല്ല നമുക്കിങ്ങനെ തിക്നെസ് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മളിങ്ങനെ പാല് നന്നായി തിളയ്ക്കുകയും ചെയ്തു, അട നന്നായി വെവുകയും ചെയ്തു, അത്യാവശ്യം നല്ല മധുരമായി. അപ്പം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൈക്കൊരു പ്രഷർ വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറുകിയൊരു പ്രഷർ വരും. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാറിയിട്ട് വേണ്ട പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്ലാസ്സൊക്കെ വെച്ച് അവന്മാരവിടെ വരിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ട് ചൂടാറട്ടെ കേട്ടോ, എന്നിട്ട് നമുക്ക് തരാം. അപ്പോഴത്തേക്ക് ഞാൻ സാധാ ഒരു ചെറിയൊരു ബൗളിലേക്ക് ഞാനത് പകർത്തിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ പരസ്യത്തിലൊക്കെ കാണുന്ന പോലെ തന്നെ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തോളൂ കേട്ടോ. പായസത്തിന് ചൂടായിട്ടേ നമുക്ക് നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾക്കും ഏട്ടനൊക്കെ കൊടുത്തിട്ട് അവരുടെ അഭിപ്രായം എന്തൊക്കെ നോക്കട്ടെ. അപ്പോൾ പിന്നൊരു വീഡിയോ ആയിട്ട് പിന്നൊരു സമയം കേട്ടോ.